ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ 530ാമത് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം മണ്ണർകാടിൻ്റെ അടുത്തൊരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണുവാനായിട്ട് പോകുന്നത്. മണ്ണർകാടിൻ്റെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണർകാട് ടൗണുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു പ്രോപ്പർട്ടിയാണ്. അപ്പം എല്ലാവരും ഞാൻ എന്നും പറയുന്ന പോലെ എപ്പോഴും പറയുന്ന പോലെ അവർ ഓൺ കോട്ടയം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഞെക്കുക. ഇന്ന് എന്നോടൊപ്പം ബെർണാഡ് ബ്ലസനും ഉണ്ട്. ഹായ്, എല്ലാവരോടും പറയുക. ഞാൻ പറഞ്ഞ പോലെ മണ്ണർകാട് ടൗണുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നൊരു പ്രോപ്പർട്ടിയാണ്. ഇതിപ്പോൾ ഇല്ലിയോളം ജംഗ്ഷനാണ്. മണ്ണർകാട് നിന്ന് രണ്ടാമത്തെ സ്റ്റോപ്പിലേക്ക് മൂന്നാമത്തെ സ്റ്റോപ്പിലാണ് ഈ ഇല്ലിയോളം ജംഗ്ഷൻ നിലകൊള്ളുന്നത്. ഈ ജംഗ്ഷനിൽ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ലഭിക്കുന്നൊരു ജംഗ്ഷനാണ് ഇല്ലിയോളം ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ നിന്ന് വെറും ഒരു 700 അല്ലെങ്കിൽ 500 മീറ്ററിനടുത്തായിട്ട് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോൾ കാണുവാനായിട്ട് പോകുന്നത്. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വീടുകൾ വിൽക്കുവാനോ വാങ്ങുവാനോ ഒക്കെ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഹോം ലോൺ ആവശ്യമുള്ളവർക്ക് ലഭിക്കുന്നതാണ്. നമ്മളിതാ നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ്. വാഹനങ്ങളെല്ലാം തന്നെ ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരുന്നതാണ്. നല്ല പച്ചപ്പയാർന്ന നല്ല പ്രകൃതിയുടെ ഒത്തുചേർന്ന് നിൽക്കുന്ന ഒരു ഭൂപ്രദേശത്താണ് ഈ ഭൂമി നിലകൊള്ളുന്നത്. 22.5 സെൻറ്റ് സ്ഥലമാണ് ഈ ഒരു പ്രോപ്പർട്ടി നിലകൊള്ളുന്നത്. നല്ല പച്ചപ്പാർന്ന ഒരു ഭൂപ്രകൃതിയാണ്. ധാരാളം കൃഷി സാധ്യതയൊക്കെ ധാരാളമുള്ള സ്ഥലമാണ്. ഞാൻ 1 കിലോമീറ്റർ പറഞ്ഞെങ്കിലും 300 മീറ്റർ മാത്രമേ ഉള്ളൂ ഹൈവേയിലേക്കുള്ള ദൂരം. കേക്ക റോഡുമായിട്ട് വെറും 300 മീറ്റർ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടി നിലകൊള്ളുന്നത്. അപ്പം പിന്നെ മണ്ണർകാട് ജംഗ്ഷനിലേക്ക് 1.8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. വണ്ടി എല്ലാ വാഹനങ്ങളും നമ്മുടെ ഇന്നോവ വരെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ എത്തിയിട്ടുണ്ട്. വളരെ എല്ലാ വണ്ടിയും കയറി വരുന്ന ഒരു സ്ഥലമാണിത്. ഞാൻ പറഞ്ഞല്ലോ, പോലീസ് സ്റ്റേഷൻ, അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസ്, മണ്ണർകാട് ജംഗ്ഷൻ, അതുപോലെ തന്നെ മണ്ണർകാട് പള്ളി എല്ലാം ഈ പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നു. 8.9 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കോട്ടയം ടൗണിലോട്ടുള്ള ദൂരം. ഇതിനകത്തൊരു പഴയ വീട് ഞാൻ കാണിച്ചല്ലോ. ഈ ഒരു പഴയ വീടെന്ന് പറയുന്നത് താമസയോഗ്യമല്ല, അവിടെ താമസിക്കുന്നില്ല. സ്ഥലത്തിൻ്റെ വില മാത്രമേ നമ്മളിതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ഒരു കിണറുണ്ട്, കിണറിനകത്ത് ധാരാളം വെള്ളം ലഭിക്കുന്ന കിണറാണെന്നാണ് അതിൻ്റെ ഓണർ അറിയിച്ചേക്കുന്നത്. സ്ഥലമെല്ലാം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഈ മഴയുടെ കാലഘട്ടവും എല്ലാം കൂടെ. ഇപ്പോൾ 22.5 സെൻറ്റ് സ്ഥലമുണ്ട്. നിങ്ങൾക്ക് വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാതെ തന്നെ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. എത്രയും വേഗം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടിയുടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം. വില വിവരങ്ങളൊക്കെ ഞാൻ തമ്പനയിലും ക്യാപ്ഷനിലും കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോഴേ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അതുകൂടാതെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. താങ്ക് യു ഫോർ വാച്ചിങ്.